ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം കർത്താവിൻ്റെ വചനത്തിലേക്ക് അടുത്തു വരുമ്പോൾ കർത്താൻ പറയുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ഞാൻ സാധിപ്പിച്ച് തരുമെന്ന്. അതിനാധാരമായി 37-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. പറഞ്ഞേ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ ദൈവസന്നിധിയിലിരുന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹത്തെ ആ നല്ല കർത്താവ് എനിക്ക് സാധിപ്പിച്ചു തരും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഒരു ആമീൻ പറഞ്ഞേ. കർത്താവിൻ്റെ ആ വലിയ കരം വചനം കേൾക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അധികാരത്തോടെ അനുഗ്രഹമായിട്ടത് ചലിക്കപ്പെടുവാനിടയാകട്ടെ. സാധുവാകുന്ന ഭക്തനാകുന്ന ദൈവത്തെ മുറുകെ പിടിച്ചു നിന്ന വിശ്വാസത്തിന്റെ വീരനായി മുമ്പിൽ നടന്ന ഒരു മനുഷ്യന്റെ സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ ഈ വചനഭാഗത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാം. ജോർജ് മുള്ളർ എന്ന ആ ദൈവഭക്തന്റെ പേര്, 100 കണക്കിന് കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി താനൊരു അനാഥാലയം നടത്തുക. അങ്ങനെ അനാഥാലയത്തിന്റെ കാര്യാദികളെല്ലാം സുഗമമായി നടന്നു പോകുന്ന ഒരു രാത്രിയാകുന്ന വേളയിൽ അവിടെയുള്ള തൻ്റെ ഒരു സ്റ്റാഫ് തൻ്റെ അരികിൽ വന്നിട്ട് വിളിച്ചു പറയുകയാണ്, നാളെ പ്രഭാതത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഒരാഹാരവും ഇല്ല, നമ്മളിനി എന്തു ചെയ്യും? ഈ രാത്രിയിലാണ് ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയത്. തൻ്റെ മക്കളെപ്പോലെ ശ്രേഷ്ഠമായി സ്നേഹിക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ മുഖത്തെ ഒരു നിമിഷം താനൊന്ന് ഓർത്തു. ഒരപ്പന്റെ ഹൃദയം വേദനിക്കുന്നത് പോലെ തൻ്റെ ഹൃദയം വേദനയാൽ തിളച്ചു പൊങ്ങി. തനിക്ക് എപ്പോഴും എന്ത് പ്രശ്നങ്ങൾ വന്നാലും തൻ്റെ ആഗ്രഹങ്ങളെ തുറന്നു പറയുന്ന പ്രാർത്ഥനാ മുറിയിലേക്ക് താൻ ഓടിപ്പോയി കയറി. അവിടെ പോയിരുന്ന് കുറേയേറെ നേരം മിണ്ടാതെ കണ്ണ് നനഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഇറ്റിറ്റ് വീണു. ആ സമയത്ത് തൻ്റെ ഉള്ളത്തിനകത്തിൽ ദൈവത്തിൻ്റെ വചനം തിളയ്ക്കാൻ തുടങ്ങി. ആ വചനഭാഗം താൻ എടുത്തു വായിച്ചു. എന്താ ആ വചനഭാഗം? ഇങ്ങനെ പറയുന്നു, തൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ നിലനിൽക്കുന്ന വ്യക്തിത്വം വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ആ വചനഭാഗം വായിച്ചു. തൻ്റെ ഹൃദയത്തിനകത്തിൽ ആ കത്തലുണ്ടായി. താൻ വചനം അടച്ചു വെച്ചു. കർത്താവിന് നന്ദി പറഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ കഴിക്കാനിരിക്കുന്ന ആഹാരങ്ങളെ ഓർത്ത് താൻ ഇന്നേ സ്തോത്രം പറഞ്ഞിട്ട് താൻ കുഞ്ഞുങ്ങളുടെ അടുക്കൽ പോയി അവരോടുകൂടെ സമയം ചെലവഴിച്ചു, പ്രാർത്ഥിച്ചു, കിടന്നുറങ്ങി. പിറ്റേ പ്രഭാതത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും ഭക്ഷണത്തിന്റെ സമയമായപ്പോൾ കടന്നു വന്നു. അപ്പോ ഇന്നലെ രാത്രിയിൽ അടുക്കളയിൽ നിന്ന് കടന്നു വന്ന് ജോർജ് മുള്ളറിനോട് സംസാരിച്ച ആ മനുഷ്യൻ വന്നിട്ട്, ഇതുവരെ അടുക്കളയിലെ കലവറയ്ക്കകത്തിൽ ഒന്നും സംഭവിച്ചില്ല, നാം ഇനി എന്ത് ചെയ്യുമെന്ന് താൻ ചോദിക്കാൻ വേണ്ടി ജോർജ് മുള്ളറിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന സമയത്ത് ഡോറിൽ ആരോ മുട്ടുകയാണ്. ആ മുട്ടുന്ന സ്ഥാനത്തേക്ക് ഈ മനുഷ്യൻ ഓടിച്ചെന്നു. ആ ഡോറ് തുറന്നപ്പോൾ ആ ദേശത്തിലെ അറിയപ്പെടുന്ന ഒരു ബണ്ണ് വിതരണ കമ്പനിക്കാരൻ ഇതാതെ വന്നു നിൽക്കുകയാണ്. താൻ രാത്രിയാകുന്ന സമയത്ത് വലിയ ഓർഡർ കാര്യാദികളെല്ലാം ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ കാതിൽ താനൊരു ശബ്ദം കേൾക്കുകയാണ്. ജോർജ് മുള്ളർ എന്ന് പറയുന്ന വ്യക്തിത്വം ഒരു അനാഥാലയം നടത്തുന്നു. അവൻ പ്രാർത്ഥിക്കുന്നു, അവൻ്റെ മക്കൾക്ക് ആഹാരമില്ല, നാളെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം നീ കൊണ്ട് കൊടുക്കണം. ആ ശബ്ദത്തെ അനുസരിച്ചു പിറ്റേ പ്രഭാതത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരാഴ്ചത്തേക്കിന് കഴിക്കുവാനുള്ള സകല ആഹാരങ്ങളുടെ ക്രമീകരണവുമായിട്ട് ഈ മനുഷ്യൻ വലിയൊരു വണ്ടിയുമായിട്ട് വന്നു നിൽക്കുകയാ. പ്രിയ ദൈവ പൈതലേ, നിന്റെ വിഷയത്തെ രാത്രിയുടെ യാമത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ ആ സ്നേഹത്തെ എത്രത്തോളം നമുക്ക് രുചിച്ചറിയുവാൻ കഴിയും? ജോർജ് മുള്ളറിന്റെ അനുഭവം തന്റെ ബുക്കിനകത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ കൊണ്ടും തീരുന്നില്ല. ആ സമയത്ത് തന്നെ അടുത്ത ഒരാള് വേഗത്തിൽ വന്നിട്ട് പറയുകയാണ്, ഞാനൊരു പാല് വിതരണ ഏജൻസിയുടെ ഭാഗമാണ്, എൻ്റെ വാഹനം ദേ ഇവിടെ തൊട്ടരികിൽ വന്നപ്പോൾ കേടായി. ആ വാഹനം വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വന്ന് ശരിയാക്കി ഞാൻ അത് മുമ്പോട്ട് കൊണ്ടുപോയാൽ തന്നെ എത്തിച്ചേരേണ്ടുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കും. അങ്ങനെ ഞാൻ അവിടെ വിഷമിച്ചു നിൽക്കുമ്പോൾ ഒരുത്തൻ വന്നിട്ട് പറയുക, ഇവിടെ അടുത്തൊരു അനാഥാലയമുണ്ട്, ആ അനാഥാലയത്തിൽ അനേക കുഞ്ഞുങ്ങളുണ്ട്, നിനക്ക് കഴിയുമെങ്കിൽ അവർക്ക് ഈ പാല് കൊണ്ട് കൊടുക്ക്. നോക്കിക്കേ,
ഈ ഭക്തനാകുന്ന മനുഷ്യൻ രാത്രിയുടെ യാമത്തിൽ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് അടുത്ത ഒരാഴ്ചത്തേക്കിന് വേണ്ടുന്ന സകല ക്രമീകരണവും ചെയ്തു കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വചനഭാഗത്തെ ഒന്ന് വിശ്വസിച്ചിട്ട് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിനക്കൊന്ന് യഥാർത്ഥമായിട്ട് ആ ദൈവസന്നിധിയിലൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ദൈവസന്നിധിയിലൊന്ന് പറയാൻ കഴിയുമോ? ആ ഹൃദയത്തിലെ ആഗ്രഹം അതെന്ത് തന്നെയാകട്ടെ, നിനക്ക് ആ ദൈവത്തെ വിശ്വാസമുണ്ടോ എങ്കിൽ നിശ്ചയമായും ആ ഹൃദയത്തിലെ ആഗ്രഹത്തെ നീ ഒന്ന് വിളിച്ചു പറ. കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമൊക്കെ പോയിട്ട് എന്തായി എന്ന് ചോദിക്കുന്ന പല വ്യക്തിത്വങ്ങൾ നിന്റെ അരികിൽ ഉണ്ടായിരിക്കും. ആ ശബ്ദങ്ങൾ നിന്റെ കാതിൽ കേട്ടിട്ടുമുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അത് എന്താണോ അതൊന്ന് കർത്തന്റെ സന്നിധിയിൽ പകർന്നു കൊടുക്കാമോ? അങ്ങനെ പകർന്നു കൊടുക്കുമ്പോൾ അത് നിന്റെ കുഞ്ഞിന്റെ ഭാവിയാകാം, നിന്റെ മുമ്പോട്ടുള്ള വിദ്യാഭ്യാസമാകാം, ജോലിയായിരിക്കാം, ഭവനമാകാം, മക്കളുടെ വിവാഹമാകാം. അങ്ങനെ ഞാൻ കുത്തിടുക എന്ന് വെച്ചാൽ എക്സെട്ര ഇടുകയാ. അനേക വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നിന്റെ ആഗ്രഹങ്ങൾ അത് നടന്നേ പറ്റത്തുള്ളൂ എന്ന് കരയുന്ന അനേക വ്യക്തിത്വങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നിന്റെ ആഗ്രഹത്തെ നീ ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പറയാമോ? നീ ഒന്ന് പറയാൻ തയ്യാറെടുത്താൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ഉറപ്പാ വെളിപ്പെടും. ഞാൻ ഒരു മനുഷ്യനോട് ആഗ്രഹം പറയുമ്പോഴാണ് ആ ആഗ്രഹത്തെ കുറ്റം പറയുവാൻ അനേക വ്യക്തിത്വങ്ങൾ എഴുന്നേൽക്കുന്നത്. എന്നാൽ കർത്തൻ പറയുകയാണ്, നീ അറയിൽ കടക്ക്, വാതിലടക്ക്, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോടും നീ സംസാരിക്കുക. നിന്റെ വിഷയം എന്താ അത് നീ സംസാരിക്കുക. നീ അതെന്നോട് പറ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ കർത്തൻ തന്നെ വ്യക്തമായി വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിക്കുക എന്ന് വെച്ചാൽ നീ പറ, ഞാനത് പിതാവിന്റെ നാമത്തിന്റെ മഹത്വത്തിനാക്കിയിട്ട് നിനക്ക് വേണ്ടി അത് ചെയ്തു തരാമെന്ന്. പ്രിയ ദൈവവേദലേ, ഇത്രയും ശക്തിയോടെ ഉറപ്പു തരുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോ നമ്മൾ എന്തിനാ നമ്മളെ ഹൃദയത്തിനകത്തിലെ ആ ശ്രേഷ്ഠമായ ആഗ്രഹങ്ങളെ മുരടിപ്പിച്ച് കളയുന്നത്? നീ ആഗ്രഹിച്ചിട്ട് പറ, അപ്പാ ഇതെനിക്ക് അവിടുന്ന് ഒന്ന് നൽകിത്താ. ഞാൻ അങ്ങയുടെ പൈതലല്ലേ, അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണം. എബ്ബേസ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ പഴയ നിയമത്തിൽ കാണാൻ കഴിയും. അവന്റെ പ്രാർത്ഥനാ മുറിയിൽ അവൻ പറയുകയാണ്, കർത്താവേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഒന്ന് വരണം. ദൈവവേദന എന്താ സംഭവിച്ചത്? കടന്നുപോയ വഴിത്താരകളിലെല്ലാം എബ്ബേസിന്റെ കൂടെ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. യാക്കോബിന്റെ കൂടെ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. പത്രോസിന്റെ കൂടെ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. പൗലോസിന്റെ കൂടെ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാനെ അത്തിളച്ച എണ്ണയ്ക്കകത്തിലോട്ട് വലിച്ചെറിഞ്ഞപ്പോഴും ആ കരം അവനെ താങ്ങി എഴുന്നേൽപ്പിച്ചത്. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്ന ഈ നിമിഷത്തിൽ നിന്റെ ഹൃദയത്തിൽ 100 കണക്കിന് ആഗ്രഹം ഉണ്ടായിരിക്കാം. ആ ആഗ്രഹത്തെ നീ ആ കർത്തന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ഏൽപ്പിച്ചു കൊടുക്കുക. ആ കർത്തൻ അത് സാധ്യമാക്കി തരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് പറ, എൻ്റെ യേശു കർത്താവിനാൽ എൻ്റെ ആഗ്രഹങ്ങൾ അത് സാധ്യമായി തീരാൻ പോകുന്നു. ഞാൻ കാണും, അത് ഞാൻ അനുഭവിക്കും. ഇനി ആ ഒരു തലത്തിൽ ഞാൻ മുമ്പോട്ട് നടക്കും. നീ ആഗ്രഹിക്കുക. നിന്റെ ആഗ്രഹത്തെ സാധ്യമാക്കി തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇന്നു മുതൽ നിന്റെ മനസ്സ് നീ ദൈവസന്നിധിയിൽ തുറക്കുമ്പോൾ കർത്താവ് ശ്രേഷ്ഠമായി ആഗ്രഹങ്ങളെ നിനക്ക് വേണ്ടി സാധ്യമാക്കി തരും. അതുകൊണ്ട് ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലെസ് യു. ജീസസ് നെയിം. ആമേൻ.